2002 ഞാൻ നിലമ്പൂർ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടിരിക്കുമ്പോൾ നടന്ന ഒരു സംഭവമാണ്, ഒരു കൊലപാതക കേസാണ്. ശരിക്കും സംഭവം നടക്കുന്നത് വണ്ടൂർ സർക്കിൾ ഇൻസ്പെക്ടറുടെ കീഴിലാണ്. അതായത് ഒതായി എന്ന സ്ഥലം. ഒതായി പെട്ടെന്ന് പറഞ്ഞാൽ അറിയുന്നത് നമ്മുടെ PV അൻവറിൻ്റെ സ്ഥലമാണ്. ഇപ്പോഴത്തെ MLA PV അൻവറിൻ്റെ സ്ഥലമാണ് ഒതായി. ഒതായിയിൽ കൂടിയാണ് ചാലിയാർ പുഴ ഒഴുകുന്നത്. എടവണ്ണയിൽ നിന്ന് സീതിഹാജി പാലം കഴിഞ്ഞ് ചാലിയാർ പുഴ കടന്ന് പോയാൽ എത്തുന്ന ചാലിയാർ പുഴയുടെ വേറൊരു കൈവഴിയുടെ കരയിലാണ് ഒരു കൊലപാതകം നടന്നു എന്നൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ വണ്ടൂർ സർക്കിൾ ഇൻസ്പെക്ടറുടെ കീഴിലാണ് അത് നടന്നിരിക്കുന്നത്. പക്ഷേ വണ്ടൂർ സർക്കിൾ ഇൻസ്പെക്ടർ അന്ന് അവധി ആയതുകൊണ്ട് നിലമ്പൂർ CI ആയ എന്നോട് അന്വേഷിക്കാൻ SP ആവശ്യപ്പെടുകയായിരുന്നു. കൊലപാതക കേസുകളാകുമ്പോൾ സർക്കിൾ ഇൻസ്പെക്ടർ തന്നെ അന്വേഷിക്കണമെന്നുള്ളത് കൊണ്ട് എടവണ്ണ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലായിട്ട് എടവണ്ണ SI ഏൽപ്പിക്കാതെ നിലമ്പൂർ CI എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാൻ ഒതായിലെ ഈ സംഭവ സ്ഥലത്ത് എത്തുമ്പോഴേക്കും എടവണ്ണ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്തെങ്കിലും തുടർന്നുള്ള അന്വേഷണം സർക്കിൾ ഇൻസ്പെക്ടർ വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ ചെല്ലാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഈ മരണം സംഭവിച്ച് വീട്ടിലെത്തുമ്പോൾ കുറേ ആൾക്കാർ ആ വീടിന് വട്ടം കൂടി നിൽപ്പുണ്ട്. പക്ഷെ ആരും അകത്തേക്ക് കയറാൻ ധൈര്യപ്പെടാതെ എല്ലാവരും വീടിന് ചുറ്റുമായിട്ട് നിൽക്കുകയാണ്. പുഴയുടെ കരയിലുള്ള വീടാണ്. അപ്പം ഞാൻ അകത്ത് കയറി നോക്കുമ്പോൾ ഒരു സ്ത്രീ മരിച്ച് മലർന്ന് കിടപ്പുണ്ട്. വേറെ ആരും ആ വീട്ടിലില്ല. വീടിൻ്റെ കതകുകളെല്ലാം മലർക്ക തുറന്ന് കിടക്കുകയാണ്. അപ്പം ഞാൻ അവിടെ കൂടിയവരോട് അടുത്ത കണ്ടവരോടൊക്കെ ചോദിച്ചു, ഇവിടെ ആരൊക്കെയാണ് താമസം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞൊരു യൂസഫാണ് അവിടുത്തെ ഗൃഹനാഥൻ. പിന്നെ അയാളുടെ ഭാര്യയാണ് മരിച്ചു കിടക്കുന്നത്. ഒരു കുട്ടിയുമുണ്ട്. ആ കുട്ടി ഈ ഡെഡ് ബോഡിയുടെ അടുത്തിരുന്ന് കരയുന്ന കണ്ടിട്ട് അയലത്തെ ഈ മരിച്ച സ്ത്രീയുടെ ഒരു കൂട്ടുകാരി അയൽക്കാരിയായ ഒരു സ്ത്രീ അയലത്ത് ഒന്ന് വന്നിട്ട് ഈ കുട്ടിയെടുത്ത് അവരുടെ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ ആ ശവശരീരത്തിൽ നോക്കിയാൽ ഒരുപാട് മുറിവുകളുണ്ട്. പിന്നെ ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ ഞാൻ കാണുന്നത് 26 മുറിവുകളാണ്. 26 മുറിവുകളിൽ ഒരു മുറിവ് എനിക്കത് ഡെഡ് ബോഡി കണ്ടപ്പോൾ തോന്നിയത് ഇടതുമുലയുടെ താഴെയായിട്ടൊരു ആഴത്തിലുള്ളൊരു കുത്തുണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ആ ഒരു കുത്ത് ഹാർട്ടിലേക്ക് തുളഞ്ഞ് കയറിയിട്ടായിരിക്കണം മരണം സംഭവിച്ചതെന്ന്. കാര്യം ബ്ലഡ് ഒരുപാട് ഒഴുകി കിടപ്പുണ്ട്. അപ്പോൾ ഹാർട്ടിൽ പമ്പ് ചെയ്ത് വന്ന ബ്ലഡെല്ലാം പുറത്തേക്ക് ഒഴുകിയിരിക്കുകയാണ്. പിന്നീട് ഇൻക്വസ്റ്റ് നടത്തിയപ്പോഴാണ് ഈ 26 മുറിവുകളുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അത്രയും മുറിവുകൾ കണ്ടില്ലെങ്കിലും. പക്ഷെ ഒരു കാര്യം ഉറപ്പായിരുന്നു, അതൊരു കൊലപാതകമാണ്. ആഴത്തിൽ കത്തി ഹൃദയത്തിൻ്റെ ആ ഭാഗത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ബോഡി ഇൻക്വസ്റ്റ് നടത്തുന്നതിന് മുമ്പായിട്ട് തന്നെ അടുക്കള മുഴുവൻ പരിശോധിച്ചു. അടുക്കളയിൽ കറിക്കത്തിയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ ഒരു കറിക്കത്തിയിലും ബ്ലഡ് വരേണ്ട മയമില്ല, ബ്ലഡിൻ്റെ അംശമേ ഇല്ല. പക്ഷേ വെട്ടുകളും കുത്തുകളും കണ്ടാൽ ഏതോ കത്തി കൊണ്ട് ചെയ്തതാണെന്ന് തോന്നുകയും ചെയ്യും. എന്നാൽ അതിനുപയോഗിച്ച ഒരു ആയുധം പോലും ആ മുറിയിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ കഴിയില്ല. മുഴുവൻ ബ്ലഡിലാണ് ബോഡി കിടക്കുന്നത്. മരിച്ച് വായ തുറന്ന സ്ഥിതി കിടക്കുകയാണ്. അപ്പോൾ അതെനിക്കൊരു ഭർത്താവിനെ അന്വേഷിച്ചപ്പോൾ ഭർത്താവ് സ്ഥലത്തില്ല. അപ്പോൾ ഇതാര് ചെയ്തു എന്നൊരു ചോദ്യമാണ് ആദ്യം എൻ്റെ മുന്നിൽ വന്നത്. ഭർത്താവിനെ കാണാനില്ലാത്തതുകൊണ്ട് സ്വാഭാവികമായും ഭർത്താവാണോ എന്ന് ഞാൻ സംശയിച്ചു. അപ്പം ഞാൻ പിന്നെ ഭർത്താവിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവരുടെ വീടിന് പുറകുവശം ചാലിയാർ പുഴയാണ്. ചാലിയാർ പുഴയിൽ അന്ന് അധികം വെള്ളമില്ല. അത്യാവശ്യം മുണ്ട് പൊക്കിയോ അല്ലെങ്കിൽ മുണ്ടെടുത്ത് കയ്യിൽ വെച്ചിട്ടോ നടന്ന് കയറാവുന്ന അത്ര ആഴത്തിലുള്ള വെള്ളമേ ഉള്ളൂ. പക്ഷേ അവരുടെ വീടിൻ്റെ തൊട്ട് പുറകിലൊരു വളവാണ്, പുഴയുടെ വളവാണ്. അവിടെ നല്ല ആഴത്തിൽ വെള്ളമുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞു, ഭർത്താവ് വെളുപ്പിന് ഈ പുഴ കയറി അക്കരെ കടന്നിട്ട് റോഡിലേക്ക് നടന്നു പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു.
അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് ഭർത്താവിന് സംശയം തോന്നിയതുകൊണ്ട് ഭർത്താവ് അങ്ങനെ ഈ മരണത്തിൻ്റെ ഒരു ഏകദേശ രൂപമൊക്കെ കണ്ടപ്പോൾ ഏകദേശം വെളുപ്പിനെയൊക്കെയാണ് മരിച്ചതെന്ന് എനിക്കൊരു സംശയം തോന്നി. അപ്പം ഭർത്താവ് പുഴ കയറി റോഡിലേക്ക് പോയി എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് അതുവഴി എവിടേക്കോ രക്ഷപ്പെട്ടതായിരിക്കുമോ കൊലപാതകത്തിന് ശേഷം എന്ന് എനിക്കൊരു സംശയമുണ്ടായി. ഞാനപ്പോൾ ചുറ്റും കൂടിയവരോടും അയൽക്കാരോടും ഒക്കെ ഭർത്താവിനെക്കുറിച്ച് അന്വേഷിച്ചു. ഭർത്താവ് ഒരു അല്പം മനോരോഗമുള്ള ഒരാളാണ്. ചാലിയാർ പുഴയിൽ നിന്ന് മണലെടുത്ത് ജീവിക്കുന്ന, മണൽ വാരി ജീവിക്കുന്ന സാധാരണക്കാരായ ഒരു തൊഴിലാളിയാണ്. പക്ഷെ അയാൾക്കൊരു കുറച്ച് മനോരോഗം ഉണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അയലത്തെ ഈ മരിച്ചു കിടക്കുന്ന സ്ത്രീയുടെ കൂട്ടുകാരിയായ സ്ത്രീയോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഭർത്താവ് എപ്പോഴും ഈ ഭാര്യയോട് ദേഷ്യപ്പെടുമായിരുന്നു. ഭാര്യയോട് ദേഷ്യപ്പെടുന്ന എല്ലാം അയാൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അയാൾ ആവശ്യപ്പെടുന്നത്. അയാൾക്കെപ്പോഴും ഭാര്യയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടണം. ആ ശാരീരികമായി ബന്ധപ്പെടാൻ ഭാര്യ എതിർപ്പ് പ്രകടിപ്പിച്ച് അപ്പം തന്നെ അയാളുടെ മുഖം ക്രൂരമായി, അയാൾ ഒരുമാതിരി വയലൻ്റ് ആകുമായിരുന്നു. അപ്പോൾ അയൽക്കാർ പറഞ്ഞത് അങ്ങനെയുള്ള ഏതോ ഒരു അവസ്ഥയിൽ വല്ലോ അയാൾ ചെയ്തതായിരിക്കാം എന്നൊരു രീതിയിലാണ് അയൽക്കാർ സംസാരിച്ചത്. ഈ സ്ത്രീ തന്നെ, ഈ മരിച്ചു കിടക്കുന്ന സ്ത്രീ തന്നെ പലപ്പോഴും അവരുടെ അയൽക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഇയാൾ ദിവസം 2-3 പ്രാവശ്യം വീതം ബന്ധപ്പെടും. അവർക്ക് ഭർത്താവായതുകൊണ്ട് ഇത് ജീവിതം തുടർന്ന് പോകുന്നതുകൊണ്ട് അവർ കഷ്ടിച്ച് സഹിക്കുകയാണ്. അയാൾ ഇക്കാര്യത്തിൽ ഭയങ്കരമായ നിർബന്ധ ബുദ്ധിക്കാരനാണ്. ഒരു രീതിയിലും അയാളെ ടോളറേറ്റ് ചെയ്യാൻ വയ്യ. ഒരു കുട്ടിയുള്ളത് കൊണ്ട് കളഞ്ഞിട്ട് പോകാനും വയ്യാത്തൊരവസ്ഥയിൽ ജീവിക്കുകയാണ് ഞാൻ എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ മരണം കണ്ടിട്ടും അത് ഒരുമാതിരി ശരിയാണെന്ന് തോന്നി. കാരണം ഒരു ഭർത്താവ് ഒരു ഭാര്യയെ 26 കുത്തി കൊല്ലുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഒരു കാര്യം ഉറപ്പായിരുന്നു, ആ മരണം ഒരു ആകസ്മിക മരണമല്ല, ആകസ്മികമായൊരു കുത്തുകൊണ്ടുള്ള മരണമല്ല. ഇപ്പം നമുക്ക് പെട്ടെന്നൊരു ദേഷ്യം വന്നിട്ടോ ആണെങ്കിൽ 1 അല്ലെങ്കിൽ 2 കുത്തുകളാകാം. ഇത് 26 കുത്തുക എന്ന് പറഞ്ഞാൽ ഒരാളിനെ കൊല്ലണമെന്ന് കരുതലോടുകൂടി തുരുതുരാ കുത്തിയതാണ് അല്ലെങ്കിൽ വെട്ടിയതാണ് എന്നുള്ളത് ഉറപ്പാണ്. അത്ര പകയോടുകൂടി ചെയ്യാൻ ഒരു ഭർത്താവ് ചെയ്യുമോ എന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. മറ്റാരെങ്കിലും ആയിരിക്കുമോ, എന്താണ് യഥാർത്ഥം നടന്നതെന്നറിയില്ല. ഏതായാലും ഭർത്താവിനെ അന്വേഷിച്ച് ഞാൻ ഈ ഭർത്താവ് പോയെന്ന് പറയുന്ന വഴിയിലോട്ട് തന്നെ ആൾക്കാരെ അയച്ചു. 2 ദിവസമായിട്ടും ഭർത്താവിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. കൊലപാതകി ആരാണെന്ന് വ്യക്തവുമല്ല. ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഈ 26 കുത്തി പ്രതികാര ബുദ്ധിയോടുകൂടി ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് ഉൾക്കൊള്ളാനും കഴിയില്ല. 2 ദിവസത്തേക്ക് പ്രതിയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ നേരത്തെ ഈ എല്ലാ പോലീസ് സ്റ്റേഷനും വയർലെസ് മെസ്സേജ് കൊടുത്തിരുന്നു, ഇങ്ങനൊരു സംഗതിയുണ്ട്, ഇങ്ങനെ ആരെങ്കിലും സംശയകരമായി കാണണമെങ്കിൽ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വയർലെസ് മെസ്സേജ് കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫറൂഖ് സ്റ്റേഷനിൽ നിന്നൊരു ഫോൺ വന്നു. ഫറൂഖിൽ അല്പം മനോരോഗമുണ്ടെന്ന് കരുതുന്ന ഒരാളിനെ ഒരു കടത്തിണ്ണയിൽ കണ്ടു, അത് ഇയാളാണോ സംശയമുണ്ട്, വന്ന് നോക്കണമെന്നും പറഞ്ഞു. ഏതായാലും ഇടപെടയിൽ നിന്ന് ഞാൻ 2 പോലീസുകാരെ അയച്ചു. അയാളെ കൂട്ടിക്കൊണ്ടുവന്നപ്പോൾ ഈ സ്ത്രീയുടെ ഭർത്താവായിരുന്നു അത്. പക്ഷെ ഇയാൾ വന്ന് ഭാര്യ മരിച്ചു എന്നറിയപ്പോൾ തന്നെ അയാളുടെ സമനില തെറ്റി അയാൾ നിലവിളിച്ചു പോയി. ഭാര്യ മരിച്ചു എന്ന് കൃത്യമായി അയാൾക്കൊരു ധാരണയുണ്ടായിരുന്നില്ല. അപ്പോൾ അയാൾ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞ കാര്യം, അയാൾക്ക് ഭാര്യയെ കൊല്ലണമെന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ ഒരു ശാരീരിക വീഴ്ചയ്ക്ക് അവരെ സമീപിച്ചപ്പോൾ അവർ തടസ്സം പറഞ്ഞു. അവർ തടസ്സം പറയാനുണ്ടായ കാരണം അപ്പോഴത്തേക്ക് അവരുടെ കുഞ്ഞ് ഉണർന്ന് കരഞ്ഞു. ആ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് ഒരു ശാരീരിക വീഴ്ചയ്ക്ക് അവരൊരിക്കലും തയ്യാറായിരുന്നില്ല. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കത് ഒഴിവാക്കാൻ വയ്യാത്ത കാര്യമായിരുന്നു. പെട്ടെന്ന് തന്നെ അയാളുടെ ഭാവം മാറി. അയാൾ ഒരു പൈശാചിക രൂപം കൊണ്ട് അവിടെ നിന്ന് കിട്ടിയ ഒരു കറിക്കത്തി എടുത്ത് ഭാര്യയെ തുരുതുരെ കുത്തിയും വെട്ടിയൊക്കെ ചെയ്തു.
എന്നിട്ട് ദേഷ്യപ്പെട്ട് അയാൾ ഇറങ്ങിപ്പോയി. അപ്പോഴും അയാൾ ഭാര്യ മരിച്ചു എന്ന് വ്യക്തമായി അയാൾക്ക് അറിയില്ല. അയാൾ ഇറങ്ങി പുഴ കടന്ന് അങ്ങനെ പോയി. അപ്പം ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ കുത്തിയ അല്ലെങ്കിൽ വെട്ടിയ ആ കറിക്കത്തി എവിടെ? അയാൾ പറഞ്ഞത് ഞാൻ പുഴയിലേക്ക് എറിഞ്ഞു. അപ്പോൾ അവരുടെ വീടിൻ്റെ തൊട്ട് പുറകെ പുഴയുടെ ഒരു വളവാണ്. അവിടെ നല്ല ആഴത്തിൽ വെള്ളമുണ്ട്. ഇത്തിലൂടെ മാറിയാണ് ആൾക്കാർ നടന്നു പോകത്തക്ക ആഴമുള്ള ബാക്കിയുള്ള സ്ഥലങ്ങൾ. പെട്ടെന്ന് തന്നെ പുഴയുടെ ആ വളവിൽ ആഴത്തിലേക്ക് അയാൾ കത്തി എറിഞ്ഞെന്ന് പറയുമ്പോൾ അയാൾക്ക് ആ പുഴയും ആളുടെ ഒരു സ്ഥിരം മണൽവാരുകാരനാണ്. അയാൾക്ക് ആ പുഴ നല്ല പരിചിതമായ സ്ഥലമാണ്. അപ്പോൾ ആഴമുള്ള സ്ഥലം നോക്കിയാണ് അയാൾ കത്തി എറിഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ ഉടൻ തന്നെ അവിടെ കരയിൽ കൂടി നിന്നവർ നീന്തലെറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളത്തിൽ തപ്പി നോക്കാൻ പറഞ്ഞു. 3-4 പേരോട് തന്നെ തയ്യാറായി വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. വളരെ ആഴമുള്ള സ്ഥലം, നല്ല നീന്തറിയാവുന്നവർക്ക് മാത്രമേ അവിടെ നോക്കാൻ പറ്റുള്ളൂ. ഇച്ചിരി ചുഴിയുള്ള സ്ഥലമാണ്. ഏതായാലും ഒരു 1.5-2 മണിക്കൂർ നേരത്തെ തപ്പി നോക്കലിന് ശേഷം ഒരാളിന് ആ കത്തി കിട്ടി. ആ കത്തി ഇയാളെ ഈ ഭർത്താവിനെ തന്നെ കാണിച്ചു. ഭർത്താവ് പറഞ്ഞ് ഈ കത്തിയാണ്. ആ കത്തി റിക്കവർ ചെയ്ത് മഹസറിലെടുത്തു. മഹസറിലെടുത്തതിന് ഈ കത്തി വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്ത ആളിനെ സാക്ഷിയാക്കുകയും ചെയ്തു. ആ കത്തി കൊണ്ട് കുത്തി എന്നുള്ളതിനെക്കുറിച്ച് പിന്നെ ആ കത്തി ഫോറൻസിക്കിലായി അതിനകത്ത് ബ്ലഡിൻ്റെ അംശം ഉണ്ടോ എന്നൊക്കെ പിന്നീട് നോക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റും കളക്ട് ചെയ്തു. ആ കുത്തിയ കത്തിയും ഫോറൻസിക് ലാബിലെ ബ്ലഡിൻ്റെ പരിശോധനാ റിസൾട്ടും ഒക്കെ കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് വെച്ചിട്ട് ആ കേസ് മഞ്ചേരി സെഷൻസ് കോടതി ചാർജ് കൊടുത്തു, ഭർത്താവിനെ പ്രതിയാക്കിയിട്ട്. ഭർത്താവിനെ ആദ്യം കിട്ടിയ ദിവസം അടുത്ത ദിവസം തന്നെ നമ്മൾ റിമാൻഡ് ആപ്ലിക്കേഷൻ സഹിതം കോടതി ഹാജരാക്കി ഭർത്താവ് റിമാൻഡ് ചെയ്ത് ജയിലിൽ കിടക്കുകയായിരുന്നു. അധികം താമസിക്കുക 90 ദിവസത്തിനകത്ത് തന്നെ ആ കേസ് ചാർജ് കൊടുത്തു. അതുകൊണ്ട് കേസ് പെട്ടെന്ന് തന്നെ ഡിസ്പോസലായി. ആ കേസിൽ മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി അദ്ദേഹത്തെ തൂക്കാൻ വിധിച്ചു. അദ്ദേഹത്തെ തൂക്കാൻ വിധിച്ചെങ്കിലും പിന്നീട് അയാൾ അപ്പീൽ പോയി എന്നാണ് അറിഞ്ഞത്. പിന്നെ അപ്പീലിൽ കേസിൻ്റെ തീരുമാനം എന്താണെന്ന് അറിയില്ല. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. വളരെ പ്രസിദ്ധമായ ഒരു മോഷണ കേസാണ് ഏറ്റുമാൻ അമ്പലത്തിലെ വിഗ്രഹമോഷണ കേസ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ കാരണം അതിനെക്കുറിച്ച് പിന്നീട് പല ഇൻ്റർപ്രിട്ടേഷനും ഉണ്ടായതുകൊണ്ട് യഥാർത്ഥ സത്യം എന്താണെന്ന് ആദ്യകാലത്ത് അതിലെ ഒരു അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന ഒരാളെന്നല്ല എനിക്ക് പറയാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ്. അത് അന്ന് ഞാൻ ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ടായിരുന്നു. കോട്ടയം ക്രൈംബ്രാഞ്ചാണ് എൻ്റെ ഓഫീസ്. അന്ന് രവീന്ദ്രനാഥൻ പിള്ള എന്നൊരാളായിരുന്നു ഏറ്റുമാനൂർ സർക്കിൾ ഇൻസ്പെക്ടർ, ഒരു ശശിധരൻ സബ് ഇൻസ്പെക്ടറും. ഏറ്റുമാനൂർ അമ്പലത്തിലെ വിഗ്രഹം മോഷണം പോയി. ഉടൻ തന്നെ വന്നിട്ട് ഫിംഗർ പ്രിൻ്റ് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോട്ടയം ക്രൈംബ്രാഞ്ചിലെ ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ടായിരുന്നു. ക്രൈംബ്രാഞ്ച് യൂണിറ്റുകളിലാണ് അന്ന് ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അനുസരിച്ച് ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിൽ ചെന്നു. ക്ഷേത്രമാകുമ്പോൾ പ്രിൻ്റുകൾ കിട്ടാൻ സാധ്യത കുറവാണെങ്കിലും ഓയിൽ പ്രിൻ്റുകൾ കിട്ടാൻ വളരെ സാധ്യതയുണ്ട്. കാര്യം ഈ എണ്ണ പുരണ്ട പ്രിൻ്റുകൾ അത് നമ്മൾ സാധാരണ ഫിംഗർ പ്രിൻ്റ് ചാൻസ് പ്രിൻ്റുകൾ ഒരു സീനോക്രൈമിൽ നിന്ന് കിട്ടുന്ന ഡെവലപ്പ് ചെയ്യുന്നത് പൗഡറും കെമിക്കലും ഒക്കെ ഉപയോഗിച്ചാണ്. എന്നാൽ ഓയിൽ പ്രിൻ്റുകളാകുമ്പോൾ നമ്മൾ ഒന്നും തന്നെ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഓയിൽ പ്രിൻ്റ് ആകുമ്പോൾ ആ എണ്ണയിൽ പറ്റി വിരലടയാളം അതുപോലെ തന്നെ തെളിഞ്ഞു കാണാൻ പറ്റും. അത് ഡയറക്റ്റ് ഫോട്ടോ എടുത്ത് അത് താരതമ്യം ചെയ്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ വല്ല ഓയിൽ പ്രിൻ്റുകളും കിട്ടുമോ എന്ന് കരുതിയാണ് ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് പോകുന്നത്.
പുറത്ത് വല്ല പ്രിൻ്റുകളും ചാൻസ് പ്രിൻ്റുകളും ഉണ്ടാകാം, എങ്കിലും ഓയിൽ പ്രിൻ്റുകളും നോക്കാമല്ലോ എന്ന് കരുതി. അപ്പോൾ ഏതായാലും ആ അമ്പലത്തിനകത്ത് കയറി വിഗ്രഹമോഷണം പോയി, എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് തന്നെ ശ്രീകോവിലിനകത്ത് അപ്പോൾ ആർക്കും കയറാവുന്ന ഒരവസ്ഥയാണ്. ഒരു ഹിന്ദു ആയതുകൊണ്ടായിരിക്കാം എന്നെ ശ്രീകോവിലിനകത്ത് നോക്കാൻ സർക്കിൾ ഇൻസ്പെക്ടർ ആവശ്യപ്പെട്ടു. ഞാൻ ശ്രീകോവിലിനകത്ത് നോക്കിയപ്പോൾ അവിടെ ഓയിൽ പ്രിൻ്റും ഒന്നുമില്ല, മറ്റു ചാൻസ് പ്രിൻ്റുകളിൽ ഒന്നിനുള്ള അവസരമില്ല. എണ്ണ കൊണ്ടുള്ള പിടുത്തം പോലും എവിടെയില്ല, ഒരു പ്രിൻ്റും എവിടെയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാൻസ് പ്രിൻ്റ് വഴി ആ കേസ് തെളിയിക്കപ്പെടാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നി. പിന്നെ പുറമേയുള്ള സ്ഥലത്തും വേറെ പ്രിൻ്റുകളൊന്നുമില്ല. വാതിലെല്ലാം ഈ മറ്റേ എണ്ണയൊക്കെ പുരണ്ട് കറുത്ത് കരുവാളിച്ച് കിടക്കുന്നുണ്ട്. അവിടെയും ഒന്നും എവിടെയും കെമിക്കൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പ്രിൻ്റ് എവിടെയൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല. ഇനി മോഷണശേഷം കള്ളം തൂത്തിട്ട് പോയതാണോ അതോ അത് സർഫസിൻ്റെ ഇതുകൊണ്ടാണോ എന്നറിയില്ല. ഏതായാലും എവിടെയും ഒരു ചാൻസ് പോലും പ്രിൻ്റിനുള്ള സാധ്യതയില്ല. അപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഫിംഗർ പ്രിൻ്റ് വഴി ആ കേസ് തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളത്. എൻ്റെ ഭാഗം അതോടുകൂടി തീർന്നുവെങ്കിലും ഇതിൻ്റെ പിന്നീടുള്ള ഭാഗങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം അതിനകത്ത് പിന്നീട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ സത്യം എനിക്കറിയാവുന്നുണ്ട്. അപ്പോഴേക്കും ഹിന്ദു വിശ്വാസികളായ ഒരുപാട് ആൾക്കാർ ഇളകി മറിഞ്ഞു. ഏറ്റുമാനൂരിൽ പ്രതിഷേധ യോഗങ്ങൾ നടന്നു. കാര്യം ഏറ്റുമാനൂരപ്പനാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അന്ന് നമ്മുടെ സിനിമാ നടൻ SP പിള്ളയ്ക്കുള്ള സമയമാണ്. അദ്ദേഹമൊക്കെ കൂടെ ചേർന്നിട്ട് അവിടെ അമ്പലത്തിന് മുൻവശം അഖണ്ഡനാമയജ്ഞം നടത്തി വളരെ പ്രതിഷേധ ഒച്ചപ്പാടുണ്ടാക്കിയ ഒരു സംഭവം. സർക്കിൾ ഇൻസ്പെക്ടറുടെ കുറ്റമല്ല, സബ് ഇൻസ്പെക്ടറുടെ കുറ്റമല്ല. അവരെവിടെ പോയി അന്വേഷിക്കുക, എങ്ങനെ പോയി അന്വേഷിക്കുക എന്നുള്ള യാതൊരു വാലും തുമ്പുമില്ലാതെ നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അവസരത്തിലാണ് സബ് ഇൻസ്പെക്ടർ ശശിധരന് ഈ കേസിൻ്റെ അന്വേഷണ ഭാഗമായിട്ട് ഈ അമ്പല കോമ്പൗണ്ട് കയറി ഇറങ്ങി നടക്കുമ്പോൾ അമ്പലക്കിണർ അതിനകത്ത് വളരെ ആഴമുള്ള അമ്പലക്കിണറാണ്. അമ്പലക്കിണറിൽ ഒരു തുണ്ട് പേപ്പർ കിടക്കുന്നു. സ്വാഭാവികമായിട്ടും അമ്പലക്കിണറിൽ ഒരു തുണ്ട് പേപ്പർ അങ്ങനെ വരേണ്ട കാര്യമില്ല. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ ഒരു പേപ്പർ കഷ്ണം ഈ അമ്പലത്തിൻ്റെ ഈ ഇത്ര ആഴമുള്ള ഈ കിണറിനുള്ളിൽ വന്നു എന്നുള്ളത് ശശിധരനെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. ഏതായാലും കുന്തം പോയാൽ കുടത്തിലും തപ്പണമല്ലോ എന്നുള്ള രീതിയിൽ ശശിധരൻ ഒരാളിനെ വിളിച്ച് അതിൽ നിന്നും ആ പേപ്പർ പുറത്തെടുത്തു. അപ്പോൾ ആ പേപ്പർ പുറത്തെടുത്തപ്പോൾ ആ പേപ്പറിനകത്തൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. നെയ്യാറ്റിൻകര ഏതോ LPS UPS പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ പേരും ആ ക്ലാസ്സും സ്കൂളും ഒക്കെയാണ് ആ എഴുതിയിരുന്നത്. അത് 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ അങ്ങനെയുള്ള ഒരു ക്ലാസ്, ആ ഒരു ലെവലിലുള്ള ഒരു ക്ലാസ്സിലെ ഒരു പെൺകുട്ടിയുടെ ഒരു പേരും മേൽവിലാസവും ഒക്കെ ആ പേപ്പറിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അദ്ദേഹം 2-3 പോലീസുകാരെ വിട്ടിട്ട് നെയ്യാറ്റിൻകര പോയി അത് അന്വേഷിക്കാൻ പറഞ്ഞയച്ചു. നെയ്യാറ്റിൻകര പോയി അന്വേഷിച്ചപ്പോൾ ശരിയാണ്, അങ്ങനെ പെൺകുട്ടിയുണ്ട്. പെൺകുട്ടി വർഷാവസാന പരീക്ഷയൊക്കെ കഴിഞ്ഞ് പഴയ നോട്ട് ബുക്കും എല്ലാം കൂടെ അടുത്തുള്ള ഏതോ ഒരു പലചരക്കടയെ കൊണ്ട് തൂക്കി കൊടുത്തു. കാര്യം പണ്ട് കാലത്ത് അതൊക്കെ ഒരു സാധാരണ സംഭവമാണ്. പഴയ നോട്ട് ബുക്കുകളും എല്ലാം കൂടെ എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ട് കൊടുത്ത് തൂക്കി വയ്ക്കുക, എന്നിട്ട് ആ പൈസ കൊണ്ട് അടുത്ത വർഷത്തേക്കുള്ള പുസ്തകം വാങ്ങിക്കുക അല്ലെങ്കിൽ നോട്ട് ബുക്ക് വാങ്ങിക്കുക. അതൊക്കെ അന്നത്തെ കാലത്തെ ഒരു സാധാരണ സംഭവം. ഇന്നത്തെ പോലെ അത്ര പണം സുലഭമല്ലാതിരുന്ന അല്ലെങ്കിൽ ദാരിദ്ര്യം ഒക്കെ നിലനിന്നിരുന്ന ഒരു കാലമായതുകൊണ്ട് അന്നത്തെ കാലത്ത് അതൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയും പരീക്ഷ കഴിഞ്ഞു, പിന്നെ നോട്ട് ബുക്കിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒരു കടയിൽ കൊണ്ടുപോയി തൂക്കി കൊടുത്തു. ആ കടയിൽ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് അവിടെ നിന്നും അടുത്തുള്ള ഒരു കൊല്ലൻ്റെ ആലയിലേക്ക് അവിടുന്ന് അയാൾ കുറേ പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ സാധനങ്ങൾ ആലയിൽ പണിതെടുക്കുന്ന പണിയായുധങ്ങൾ പൊതിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി എന്ന് മനസ്സിലായി. അപ്പോൾ ഈ പേപ്പറും അങ്ങനെ കൊല്ലൻ്റെ കയ്യിൽ ചെന്നതാവണം. അപ്പോൾ കൊല്ലൻ്റെ ആലയെ കയറി അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, ശരിയാണ്, ആ പേപ്പർ ഞാൻ പൊതിഞ്ഞു കൊടുത്തതാണ്,
ഞാൻ ഒരു ആൾക്ക് ഒരു ഉളി പോലെ ഒരു സാധനം വേണമെന്ന് പറഞ്ഞു. ഞാനത് പണിത് കൊടുത്തു. അന്ന് പൊതിഞ്ഞു കൊടുത്ത പേപ്പറാണിത്. അപ്പോൾ ചോദിച്ചത് ആർക്കാണ് ഇങ്ങനെ പൊതിഞ്ഞു കൊടുത്തിരുന്നത്? അതിവിടെ അടുത്തുള്ള സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരാളാണ്. സ്റ്റീഫനെ നെയ്യാറ്റിൻകരി ആ ഭാഗത്തുള്ള പോലീസുകാർക്കെല്ലാം അറിയാം. കാര്യം അയാൾ മോഷ്ടാവാണെന്നും മോഷ്ടിച്ച മുതലുകൾ കൊണ്ട് വിറ്റുകൊണ്ടാണ് അയാൾ ജീവിക്കുന്നതെന്നും അയാൾ വല്ല ധീരനായ അല്ലെങ്കിൽ വളരെ പരമോന്നതനായ ഒരു കള്ളനാണെന്നും സാധാരണ കള്ളനല്ലെന്നും എല്ലാവർക്കും അറിയാവുന്ന പോലീസുകാർക്ക് സുപരിചിതനായ ഒരു കള്ളനാണ് അയാൾ. ഉടനെ തന്നെ സ്റ്റീഫൻ്റെ വീട് വളഞ്ഞ് സ്റ്റീഫനെ പിടിച്ചു. സ്റ്റീഫനെ പിടിച്ചപ്പോൾ സ്റ്റീഫൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടായിരുന്നില്ല ഏറ്റുമാനൂരിൽ നിന്ന് മോട്ടിച്ച സാധനം ഈ നെയ്യാറ്റിൻകര കൊണ്ടുവന്ന് നെയ്യാറ്റിൻകരയുടെ വീടിനടുത്തുള്ള ഒരു വാഴത്തോപ്പുണ്ട്. അത് അവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ വാഴപ്പണയെന്ന് പറയും. അതായത് ഒരു അല്പം ചതുപ്പും വെള്ളക്കെട്ടൊക്കെ ഉള്ള വാഴകൾ മാത്രം കൃഷി ചെയ്യുന്ന ഒരു ചതുപ്പ് സ്ഥലം. അതിലൊരു വാഴയുടെ മൂട്ടിൽ എവിടെയോ അയാൾ കൊണ്ട് കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് ഋഷികേശൻ നായർ സാറുമൊക്കെ ഉള്ള സമയമാണ് DYSP. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്റ്റീഫനെ വളഞ്ഞ് സ്റ്റീഫനെ പിടിച്ച് വാഴപ്പടയിൽ നിന്ന് ആ വിഗ്രഹം തിരിച്ച് എടുത്ത് പിന്നീടത് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അത് പിന്നെ പുനഃപ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്തു. ആ കേസിൽ സ്റ്റീഫനെതിരെ അന്നത്തെ ഏറ്റുമാനൂർ പോലീസ് ചാർജ് കൊടുക്കുകയും സ്റ്റീഫനെ അന്ന് പിടിച്ചപ്പോൾ റിമാൻഡ് ചെയ്യുകയും പിന്നെ ചാർജ് ഷീറ്റ് കൊടുക്കുകയും വിസ്താരത്തിൽ സ്റ്റീഫനെ ശിക്ഷിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഒരിക്കൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയിരുന്ന ഏറ്റുമാനൂർ അമ്പലത്തിൽ ക്ഷേത്രത്തിലെ വിഗ്രഹം വീണ്ടും തിരിച്ചെത്തുകയും ഭക്തജനങ്ങളുടെ വിശ്വാസങ്ങളെ രക്ഷിച്ചുകൊണ്ട് തന്നെ അത് പുനഃപ്രതിഷ്ഠിക്കുകയും ചെയ്തു. അതിന് യഥാർത്ഥത്തിൽ നടന്നത് സംഭവം ഇതാണെങ്കിലും പിന്നീട് അതിൻ്റെ തുടർച്ചയായിട്ട് പിന്നെ ഈ അടുത്ത കാലത്ത് കേൾക്കാനിടയായ ഒരു സംഭവം എന്ന് പറയുന്നത്, അന്ന് നോട്ട് ബുക്ക് വിറ്റ 5, 6, 8 വയസ്സുള്ള പെൺകുട്ടി, അവർക്ക് 10-50 വയസ്സിന് മുകളിൽ കാണുമായിരിക്കണം, അല്ലെങ്കിൽ അതിനടുത്തെങ്കിലും പ്രായം ഉണ്ടായിരിക്കും. ആ പെൺകുട്ടിക്ക് കേരള സർക്കാർ ഒരു വീട് വെച്ച് കൊടുത്തു എന്ന് പത്രത്തിൽ വായിക്കാനിടയായി. സത്യത്തിൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. എവിടെയോ കുറേ നോട്ട് ബുക്കുകൾ എവിടെയോ വിറ്റു. ആ വിറ്റ നോട്ട് ബുക്കുകൾ അന്വേഷണത്തിനൊരു തുമ്പായി എന്നുള്ളതൊരു ശരിയാണ്. എങ്കിലും ഇതിനകത്ത് അന്വേഷണത്തിൻ്റെ മികവ് കാണിച്ചതോ അല്ലെങ്കിൽ കേസ് ഡിറ്റക്ഷൻ ആകാൻ യഥാർത്ഥത്തിൽ കാരണക്കാരനായതോ അന്നത്തെ സബ് ഇൻസ്പെക്ടർ ശശിധരനാണ്. അദ്ദേഹത്തിന് ഈ കേസിൽ അതിന് വേണ്ട പോലെയുള്ള ആദരവോ അംഗീകാരമോ കിട്ടിയില്ല. എന്ന് മാത്രമല്ല, ഒരു കാരണവുമില്ലാതെ ഈ പെൺകുട്ടിക്ക് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഒരു പങ്കുമില്ല. അവരുടെ അഡ്രസ്സ് എഴുതിയൊരു പേപ്പർ തുണ്ടതിന് കാരണമായെന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ പേരിൽ 10-50 വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു വീട് കേരള സർക്കാർ വെച്ച് നൽകിയെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ അത്ഭുതമാണ് തോന്നിയത്. സർക്കാരിന് ഒരു വീട് വെച്ച് നൽകണമെങ്കിൽ വേറെ എന്തെല്ലാം കാരണം പറയായിരിക്കും. ഇങ്ങനൊരു കാരണം കണ്ടെത്തി ഒരു വീട് നൽകേണ്ട കാര്യമുണ്ടായിരുന്നോ എന്ന് എനിക്കൊരു സംശയം തോന്നി. അത് എൻ്റെ വ്യക്തിപരമായ സംശയം മാത്രമാണ്. ചിലപ്പം സർക്കാർ കാണിച്ച ന്യായമാകാം. അപ്പോൾ പിന്നെ ഈ മുറി എങ്ങനെ തുറന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കാര്യം പന്നിയിറച്ചി പിടിക്കാൻ വേണ്ടിയാണ് ഫോറസ്റ്റുകാർ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് സംശയമായി പന്നിയിറച്ചി ഈ മുറിക്കുള്ളിലുണ്ട്. അല്ലാതെ തുറക്കാൻ യാതൊരു നിർവാഹമില്ല, താക്കോലും ഞങ്ങളുടെ കയ്യിലില്ല എന്ന് ആ 2 സ്ത്രീകളും പറഞ്ഞു. ഉടൻ തന്നെ ഫോറസ്റ്റുകാരിൽ ഒരാൾ പോയിട്ട് ഒരു കൊല്ലപ്പണിക്കനെ കൊണ്ടുവന്നിട്ട് ഈ കതവ് പൊളിപ്പിച്ച് അകത്ത് നോക്കുമ്പോൾ ഒരു മുറിയുടെ ഒരു മൂല നിറയെ പൂനയായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് കള്ളനോട്ടുകൾ.